ഓം അമൃതേശ്വര്यै നമഃ. ശ്രീ ലളിതാ സഹസ്രനാമത്തിൻ്റെ ഫലശ്രുതി അതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിനിധി എന്ന് ഒരു വാക്ക് ഉപയോഗിക്കും. അതിൻ്റെ അർത്ഥം അതിന് പകരമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പ്രത്യേക പൂ കിട്ടിയില്ല, അതിന് പകരം അക്ഷത ഉപയോഗിക്കാം. ചില സന്ദർഭങ്ങളിൽ അക്ഷതയും കിട്ടിയില്ല, അപ്പോൾ കുങ്കുമം ഉപയോഗിക്കാം. അപ്പോൾ കുങ്കുമവും അക്ഷതയും പ്രതിനിധി ദ്രവ്യങ്ങളാകുന്നു. പൂജയിൽ അനേക അംഗങ്ങളുണ്ട്. അതിന് ആചമനം മുതൽക്ക് അതിൻ്റെ ക്ഷമാപണം വരെ ഉള്ളതാണ് പല അംഗങ്ങൾ. ഇതിന് മറ്റുള്ള അംഗങ്ങൾക്കെല്ലാം പ്രായശ്ചിത്തങ്ങളുണ്ട്, അതിന് പരിഹാരങ്ങളുണ്ട്, പ്രതിനിധികളുണ്ട്. ഇപ്പോൾ ആചമനത്തിന് മര്യാദയ്ക്ക് ചെയ്തില്ല, അതിന് വീണ്ടും ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ അതിന് വേറെ പരിഹാരങ്ങൾ മന്ത്രജപം കൊണ്ട് അതിനെ പരിഹരിക്കാം. അതിനെ പൂജ അംഗങ്ങൾ എന്ന് പറയും. അത് പൂജയുടെ ഭാഗങ്ങളാണ്. അതിന് വേണമെങ്കിൽ പ്രായശ്ചിത്തങ്ങളുണ്ട്, അതിന് വേണമെങ്കിൽ പരിഹാരങ്ങളുണ്ട്, അതിന് വേണമെങ്കിൽ പ്രതിനിധി ദ്രവ്യങ്ങളുണ്ട്. എന്നാൽ ലളിതാ പരമേശ്വരുടെ പ്രീതി, ലളിതാംബികയെ ധ്യാനിക്കലാണ് ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൻ്റെ ഫലം. അത് നമ്മൾ ആ സ്തോത്രം മുഴുവൻ ചെയ്തില്ല എങ്കിൽ അതിനെ അംഗി എന്ന് പറയും. അതിന് പരിഹാരമില്ല. അതിന് ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ, അത് വീണ്ടും വേണ്ട ഭാവനയോടുകൂടി വീണ്ടും ചൊല്ലുക എന്നുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഗണപതി ഹോമം ചെയ്തു, ഗണപതിയെ സ്മരിച്ചില്ലെങ്കിൽ ആ ഗണപതി ഹോമം ഒരിക്കലും ഫലപ്രദമല്ല. ഏറ്റവും അംഗീയായിട്ടുള്ള, ഏറ്റവും പ്രധാനമായിട്ടുള്ള ഭാഗം നമ്മൾ ഒരിക്കലും അതിനെ പ്രതിനിധികളെ ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിൽ അങ്ങനത്തെ ഒരു ഉദാഹരണമാണ് പറയുന്നത്. അഭടേ നാമസഹസ്രം പ്രീണയോദ്യോ മഹേശ്വരീം സ ചക്ഷുഷാ വിനാരൂപം പശ്യേദേവ വിമൂഢതീഹി. ലളിതാംബികയുടെ പ്രീതി വേണമെന്ന് വിചാരിക്കുന്ന ഒരാൾ വേറെ എന്തെങ്കിലും ഉപായങ്ങൾ തേടുന്നത് കണ്ണില്ലാതെ ഒരു കാഴ്ച കാണാൻ ശ്രമിക്കുന്നത് പോലെയാണ്. അതുപോലെ ഈ രഹസ്യനാമത്തെ വിട്ടിട്ട് സിദ്ധി വേണമെന്ന് വിചാരിക്കുന്നത്, മന്ത്രസിദ്ധി വേണമെന്ന് വിചാരിക്കുന്നത് ഭക്ഷണമില്ലാതെ വിശപ്പ് മാറണമെന്ന് വിചാരിക്കുന്നത് പോലെയാണ്. തണുപ്പ് മാറണമെന്ന് വിചാരിക്കുന്ന ഒരാൾ ഹിമാലയത്തിൽ പോകുന്നത് പോലെയാണ് മറ്റുള്ള ഉപായങ്ങൾ തേടുന്നത്. അതുകൊണ്ട് ലളിതാംബികയുടെ ഭക്തനായിട്ടുള്ളവൻ ഇതിനെ എപ്പോഴും കീർത്തനം ചെയ്യണം. ദേവി മറ്റുള്ള ഉപായങ്ങളെ കൊണ്ട് ഒരിക്കലും പ്രീതി ആകുന്നില്ല. കൽപ്പകോടി ശതങ്ങൾ നമ്മൾ മറ്റുള്ള ഉപായങ്ങളെ ശ്രമിച്ചാലും അതുകൊണ്ട് ഗുണമുണ്ടാവില്ല. എന്നാൽ ലളിതാപ്രീതിദായകമായ ഈ സ്തോത്രത്തെ ജപിക്കുന്നത് കൊണ്ട് ഫലമുണ്ടാകുന്നു. അതുകൊണ്ട് ഇതിനെ നരാധവന്മാർക്ക്, വിശ്വാസമില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കരുത്. പശുതുല്യേഷു ന ബ്രൂയാത്. വെറും ലൗകിക വാസനകളുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കരുത്. ഇത് പതിവ്രതാ ധർമ്മമാണ്. ഏറ്റവും ആഗ്രഹത്തോടു കൂടി ചോദിക്കുന്നവർക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ഇതിനെ ഗോപ്യമായിട്ട്, വളരെ രഹസ്യമായിട്ട് സൂക്ഷിക്കണം. ഹയഗ്രീവദേവൻ പറയുന്നു, ഞാൻ നിനക്ക് അഗസ്ത്യ മഹർഷിക്ക് പറഞ്ഞു കൊടുത്തു, ഞാൻ നിനക്ക് പറഞ്ഞു തന്നത് ലളിതാംബികയുടെ പ്രേരണ ഒന്നുകൊണ്ട് മാത്രമാണ്. എന്നോട് പറയാൻ പറഞ്ഞു, അമ്മ കൽപ്പിച്ചു, ഞാൻ നിന്നോട് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ നിന്നോട് പറയില്ല. നീ ഉത്തമമായ ശിഷ്യനാണെന്ന് എനിക്കറിയാം. ലളിതാ പ്രേരണേനൈവ മയോക്തം സ്തോത്രമുത്തമം തേന തുഷ്ട മഹാദേവി തവാഭീഷ്ടം പ്രദാസ്യതി. അതുകൊണ്ട് മഹാദേവി വളരെ പ്രസന്നയായിരിക്കുന്നു, നിനക്ക് വേണ്ടതൊക്കെ ദേവി നൽകും എന്ന് ഈ രഹസ്യനാമ സ്തോത്രത്തെ അഗസ്ത്യന് ഹയഗ്രീവ മഹർഷി പറഞ്ഞു കൊടുക്കുന്നു. വളരെ ആനന്ദമഗ്നനായിട്ട്, സന്തോഷവാനായിട്ട്, ഇതിൽ പരം ആനന്ദമില്ല. ഒരു ഉത്തമമായ കാര്യം ഒരു ഉത്തമമായ ശിഷ്യന് പറഞ്ഞു കൊടുത്തു എന്നുള്ള സന്തോഷത്തോടു കൂടി ആനന്ദമഗ്നഹൃദയ സദ്യ പുളകിതോ അഭവത് എന്ന് വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞ് അശ്രുപൂർണാകുലേക്ഷനായിട്ട് കണ്ണിൽ അശ്രുക്കൾ നിറഞ്ഞു. അശ്രുപുഷ്പാഞ്ജലി നടത്തി മൗനമായിട്ടിരുന്നു. അഗസ്ത്യ മഹർഷിയും അതിനെ അനുഭവിച്ചുകൊണ്ട് നമ്രശിരസ്കനായിട്ട്, വിനയാൻവിതനായിട്ട് ഹയഗ്രീവനിൽ നിന്നും ഈ അത്ഭുതമായ സ്തോത്രം
അതിൻ്റെ ഫലശ്രുതി, അതിൻ്റെ പൂർവ്വഭാഗം ഇതൊക്കെ ഗ്രഹിച്ചു എന്നാണ് ഫലശ്രുതി പറയുന്നത്. അനേക സഹസ്രനാമങ്ങളുണ്ട്. ഗംഗ, ഗായത്രി, കാളി, ശ്യാമള, ലളിത, ബാല, ലക്ഷ്മി, രാജരാജേശ്വരി, സരസ്വതി, ഭവാനി എന്നൊക്കെ ഉണ്ട്. ഇതെല്ലാം ദൈവീപരമായ സഹസ്രനാമങ്ങളാണ്. എങ്കിലും ഇതിലെല്ലാം വെച്ച് ഏറ്റവും പ്രധാനം ശ്രീമാതാവിൻ്റെ സഹസ്രനാമമാണ്. മുഖ്യം ശ്രീമാതൃനാമേതി ന ജാനന്തി വിമോഹിതാഹ എന്ന്. ഇതിൽ കിട്ടുന്ന ഫലം മറ്റൊന്നിലുമില്ല. ഇതാണ് ഏറ്റവും പ്രധാനതമം. ഏറ്റവും തത്വം, ദേവിയുടെ തത്വത്തെ പറയുന്നത് ഇതിലാണ്. പലരും പല സഹസ്രനാമങ്ങളും ജപിക്കുന്നു. വിഷ്ണുനാമപരാഹ കേചിത്, ശിവനാമപരാഹ പരേ, ന കശ്ചിദപി ലോകേഷു ലളിതാനാമ തത്പരഃ. മറ്റുള്ള പലതിലുമാണ് ഓരോരുത്തർക്കും താല്പര്യം. ശിവനാമങ്ങളെ ചിലർ ജപിക്കുന്നു, ചിലർ വിഷ്ണുനാമങ്ങളെ ജപിക്കുന്നു. അങ്ങനെ അനേക ജന്മങ്ങൾ അവർ അതിനെ ഉപാസിച്ചതിന് ശേഷമാണ് ലളിതാനാമത്തിൽ തൽപരരാകുന്നത് എന്ന് ലളിതാ സഹസ്രനാമത്തിൻ്റെ സവിശേഷതകളും അതുപോലെ പ്രാധാന്യവും ഹയഗ്രീവദേവൻ അഗസ്ത്യ മഹർഷിക്ക് പറഞ്ഞു കൊടുത്തു.